Hi all. In this video, I am going to discuss binary weighted type DAC. DAC means digital to analog converter. Okay, so binary weighted type DAC എന്ന് പറയുന്നത് ഒരു digital to analog converterന്റെ ഒരു basic type ആണ്. Okay, so in the circuit, the op-amp is connected in inverting mode. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് മോഡ് നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും. സോ എനിവേ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ ഇൻവേർട്ടിംഗ് മോഡ്. ദാറ്റ് മീൻസ് ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം ഹിയർ ഇൻവേർട്ടിംഗ് ഈ മൈനസ് ടെർമിനലാണ്. രണ്ട് ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, ഒരു ഒപാമ്പിന് രണ്ട് ഇൻപുട്ട് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈ മൈനസ് ടെർമിനൽ ആണ് നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്ലസ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻവേർട്ടിംഗ് മോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ സോ ആൻഡ് ദെൻ ഇതിനെ ഒരു ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ കോൺഫിഗറേഷനിലാണ് നമ്മൾ ഈ ഒപാമ്പിനെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻവേർട്ടിംഗ് summing amplifier. Amplifier configuration ആണ് നമ്മൾ ഈ ഒപാമ്പിനെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ Vout ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു 4-bit DAC ആണ്. ഇൻപുട്ടിൽ നിങ്ങൾക്ക് 4 ബിറ്റ് കാണാം. D3, D2, D1, D0. ഇതേ DACനെ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് മോഡിലും നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ഇൻവേർട്ടിംഗ് മോഡാണ് യൂസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ദെൻ നമ്മളിവിടെ എന്തുകൊണ്ടാണ് ഇതിനെ ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DAC എന്ന് വിളിക്കുന്നത്? നമ്മളിവിടെ നോക്കുക, നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്ന ഇവിടെ നമുക്ക് കാണാം ഡിഫറെന്റ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, R, then 2R, 4R, 8R. ഓക്കെ, സോ നമ്മൾ ഡിഫറെന്റ് റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് വെയ്റ്റ്സ് ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വെയ്റ്റഡ് ടൈപ്പ് DAC എന്ന് പറയുന്നത്. ഈ വെയ്റ്റ്സ് നമുക്ക് വെയ്റ്റഡ് ടൈപ്പ് DAC നമുക്ക് പല വെയ്റ്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, R, 2R, 4R, 8R എന്ന കോമ്പിനേഷൻ തന്നെ വേണം എന്നില്ല. പക്ഷെ R, 2R, 4R, 8R ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DAC ആവുന്നത്. ഓക്കെ, R, 2R, 4R, 8R ഈ കോമ്പിനേഷൻ വരുമ്പോഴാണ് നമുക്ക് ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DAC ഡിസൈൻ ചെയ്യാൻ പറ്റും. സിംപ്ലി വെയ്റ്റഡ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇതേ വെയ്റ്റ്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേറെ പല കോമ്പിനേഷൻസും ഉണ്ട്. ബൈനറി വെയ്റ്റഡ് ടൈപ്പ് ആവുന്നത് ഇപ്പോഴാണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് നോക്കാം. നമ്മളൊരു ഡിജിറ്റൽ ഇൻപുട്ട് സാമ്പിൾ ആയിട്ട് എടുത്ത് അതിനെ Vout ആയിട്ട് അനലോഗ് ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ ക്ലിയർ ആയിരിക്കും. ഒരു ഒപാമ്പ് പോസിറ്റീവ് ടെർമിനൽ ഇസ് ഗ്രൗണ്ടഡ് ആൻഡ് നെഗറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മൾ ബിറ്റ് ഇൻപുട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, D3, D2, D1, D0. ഇതിൽ MSB എന്ന് പറയുന്നത് അത് നമ്മൾ നോട്ട് ചെയ്യണം. MSB എന്ന് പറയുന്നത് D3 ആണ്. ഇതാണ് MSB. MSBക്കാണ് 6 വെയിറ്റ് വരുന്നത്. D0 ആണ് LSB. LSBക്ക് 8R ആണ് റെസിസ്റ്റർ വെയിറ്റ് വരുന്നത്, റെസിസ്റ്റർ വരുന്നത്. ഓക്കെ,
ദെൻ ഒരു RF ഇവിടെയുണ്ട്. RF ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നൗ വി വിൽ ടേക്ക് ആൻ എക്സാമ്പിൾ. സോ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത് 4 ബിറ്റ് ക്വാണ്ടിറ്റി 1101 ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, MSB LSB എല്ലാം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ D3 D2 ആൻഡ് D0 is 1, D1 is 0. ഓക്കെ, ഈ ഒരു കോമ്പിനേഷനാണ് ഇൻപുട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനെ ഇൻപുട്ട് ചെയ്യണം. ഈ സർക്യൂട്ടിൽ നമ്മൾ ഇതിനെ ഇൻപുട്ട് ചെയ്യണം. സോ ഹൈ ആയിട്ടുള്ളതിനെല്ലാം നമ്മളൊരു വോൾട്ടേജിലേക്ക്, ഒരു V റെഫറൻസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഹിയർ ഐ ആം ഗോയിങ് ടു ഡ്രോ എ V റെഫറൻസ്. ഞാനിവിടെ V റെഫറൻസ് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് വരച്ചിട്ടുണ്ട്. ഈ V റെഫറൻസിലേക്ക് we are going to connect D3, D2 and D0. Okay, because ഇത് മൂന്നാണല്ലോ നമുക്ക് ഹൈ ആയിട്ട് നിൽക്കുന്ന ഇൻപുട്സ്. So we are going to connect it to V reference. And what about D1? D1 എന്താണ്? D1 0 ആണ്. അപ്പോൾ D1 നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലി ഗ്രൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, D1 we are going to ground. അതിന് നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, so this means D3 is 1, D2 is 1, D1 is 0 and D0 is 1. Now we have to convert. You have to convert the volt, this digital quantity into analog quantity. So it's I already told it's a inverting summing amplifier. Okay, that means it will sum the values at the inputs. Input എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാം സം ചെയ്യും. ഓക്കെ, ഇൻവേർട്ടിംഗ് മീൻസ് ഇൻപുട്ട് ക്വാണ്ടിറ്റിയുടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതേ ഉള്ളൂ മീനിങ്. ഓക്കെ, സോ നമ്മൾ തന്നെ ഇതിനെ സം ചെയ്യാൻ പോവാണ്. ഇതിനെ സം ചെയ്യുമ്പോൾ എങ്ങനെയാണ് സം ചെയ്യുന്നത് നമുക്ക് നോക്കാം. So now we are going to write the expression for V out. Okay, V out is equal to minus. We'll start with the minus. ഈ മൈനസ് എന്തുകൊണ്ടാണ്? ഇതൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മൈനസ് സൈൻ ഉണ്ടാവും നമ്മുടെ എക്സ്പ്രഷൻ, V ഔട്ടിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, സോ മൈനസ്, ദെൻ നമ്മൾ ഫസ്റ്റ് എഴുതാൻ പോകുന്നത് ഇവിടുത്തെ എക്സ്പ്രഷനാണ്. D3 corresponding to D3 നമ്മൾ എന്ത് എഴുതും? D3 കണക്ട് ചെയ്തിരിക്കുന്നത് എവിടേക്കാണ്? V റെഫറൻസിലേക്കാണ് D3 കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ റെസിസ്റ്ററിന്റെ വാല്യൂ R ആണ്. സോ എന്താണ് കറണ്ട് വരിക? ഈ ഒരു ബ്രാഞ്ചിലെ കറണ്ട് എന്ത് വരും? നമ്മളിവിടെ D3 കണക്ട് ചെയ്തിരിക്കുന്നത് V റെഫറൻസ് എന്ന് പറയുന്ന വോൾട്ടേജിലേക്കാണ്. റെസിസ്റ്ററിന്റെ വാല്യൂ R ആണെങ്കിൽ ഇവിടെയുള്ള കറണ്ട്, അതിനെ എനിക്ക് I3 എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ I3 എന്ന് പറയുന്നത് എന്ത് വരും? I3 എന്ന് പറയുന്നത് V റെഫറൻസ് ബൈ R ആണ് അല്ലേ? അതിനെ നമുക്ക് V റെഫറൻസ് ബൈ R എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ, സോ വി ഗോട്ട് I3. അതേപോലെ ഇവിടുത്തെ കറണ്ട് എന്ത് വരും? corresponding to D2, V reference by 2R വരും. പ്ലസ് corresponding to D1 V റെഫറൻസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ല, D1 ഗ്രൗണ്ടിലേക്കാണ്, സീറോയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, so 0/4R. Again plus D0 V reference by 8R ആണ് കറണ്ട് വരും.
ഓക്കെ, സോ എല്ലാ കറണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐ കിട്ടി. That means I is equal to I1 plus I2 plus I3 plus I0. ഓക്കെ, എല്ലാം ആഡ് ചെയ്യാം. ഇവിടുത്തെ എല്ലാ കറണ്ടിനെ ആഡ് ചെയ്യാം. I3, I2, I1, I0. I കിട്ടി. Then not to get V out, we have to multiply with RF. Okay. ഈ I എന്ന് പറയുന്ന കറണ്ട് RF വഴിയാണ് ഫ്ലോ ചെയ്യുന്നത്. Okay. So V out will be I into RF. So we have to multiply with RF. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത്. So here I will write V out is equal to, according to this input combination 1101, V out is equal to corresponding to the MSB D3 V reference by R plus V reference by 2R. ഇത് D2 ന് corresponding ആണ്. Then D1 ന് corresponding ആയിട്ട് എന്ന് പറയുമ്പോൾ D1 ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തത് കാരണമാണ് ഞാനിവിടെ 0 എഴുതുന്നത്. 0/4R ആണ്. Plus V reference by 8R. Total current I into RF. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. V ഔട്ടിന്റെ എക്സ്പ്രഷൻ. സോ V റെഫറൻസിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ RFന്റെയും Rന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് അനലോഗ് വോൾട്ടേജ് കിട്ടും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 4 ബിറ്റ് ഒരു DAC വെയിറ്റ് ടൈപ്പ് DAC ആണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് എങ്കിൽ ആ ബിറ്റ് പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ വെയിറ്റ്സ് വരുന്നത്. ഇപ്പൊ MSB എന്ന് പറയുന്ന D3യുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1/R ആണ് വരുന്നത്. അതായത് ഡിവൈഡ് ബൈ R വരും. Then divide by 2R, divide by 4R, divide by 8R. ഓക്കെ, V റെഫറൻസ് ആണോ 0 ആണോ ഉള്ളത്, ബിറ്റ് കറസ്പോണ്ടിങ് ബിറ്റ് 1 ആണോ 0 ആണോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നത്. ഈ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന എക്സ്പ്രഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതായത് ഇവിടെ നമ്മൾ D3 എക്സ്പ്രഷനിലേക്ക് D3, D2, D1, D0യും കൂടെ ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ D1 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ടേം 0 ആയി പോകും. ഓക്കെ, സോ D3, D2, D1, D0നെയും കൂടെ എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. D0 വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള എല്ലാം പുറത്തേക്ക് എടുക്കുകയാണ്. അതായത് V റെഫറൻസ് കോമൺ ആണ്, R കോമൺ ആണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ V റെഫറൻസിനെയും Rനെയും പുറത്തേക്ക് എടുത്തു. സോ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട് V ഔട്ടിന്. ഓക്കെ,
D3, D2, D1, D0. ഇതാണ് ബൈനറി വെയിറ്റ് ടൈപ്പ് DACയുടെ കൺവേർഷൻ ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, എക്സ്പ്രഷൻ ഫോർ വി ഔട്ട്. These are the disadvantages of binary weighted DAC. Actually, when binary input increases, means here we have considered 4-bit DAC. If we go for 5-bit or 6-bit DAC, we have to get more resistors. Like now we have used R, 2R, 4R, 8R, and we are going for higher bits. 16R, 32R will be required. ആ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ്, ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഹയർ ബിറ്റിലേക്ക് പോകുന്തോറും കറക്റ്റ് ആ റെസിസ്റ്റൻസ് വാല്യൂ, ആ ഒരു റേഷ്യോ കറക്റ്റായിട്ട് നമുക്ക് 1:2:4:8:16:32 അങ്ങനെ ഹയർ ബിറ്റിലോട്ട് പോകുന്നതിന് ആ റേഷ്യോ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ നടക്കുള്ളൂ. ഓക്കെ, റെസിസ്റ്റേഴ്സിന്റെ കറക്റ്റ് വാല്യൂ അക്യുറസിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ വി റെഫറൻസ് ബൈ ആർ ആണെങ്കിൽ അടുത്ത ബ്രാഞ്ചിൽ വി റെഫറൻസ് ബൈ 2R ആണ്, അടുത്ത ബ്രാഞ്ചിൽ വി റെഫറൻസ് ബൈ 4R ആണ്. അപ്പോൾ അതിന്റെ വാട്ടേജ് കറണ്ട് മാറുമ്പോൾ അതിന്റെ പവർ റേറ്റിംഗ്, വാട്ടേജ് റേറ്റിംഗ് എല്ലാം മാറും. ഓക്കെ, സോ അതെല്ലാം നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ റെസിസ്റ്റൻസ് വാല്യൂസ് ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.